നമസ്കാരം. നിങ്ങൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. തൂത്തു മേമെ എന്ന ഹിന്ദി ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ CPM തിരുത്തുകയാണ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മുകേഷ് രാജിവെക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയും M. വിൻസെന്റും രാജിവെച്ച ശേഷം മാത്രം എന്ന LDF കൺവീനർ EP ജയരാജന്റെ വാദത്തെ പരോക്ഷമായി ഖണ്ഡിക്കുകയാണ് ബൃന്ദ. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ CPI നേതാവ് ആനി രാജയെയും CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിനെയും LDF കേൾക്കണ്ടേ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ അക്കര, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം ബൽദേവിലേക്ക്. ബൽദേവ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നും നാളെയുമൊക്കെയായി തുടരുകയാണ്. സംഘടനാ കാര്യങ്ങളാണ് കൂടുതലായി ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുവരെ മുകേഷിന്റെ രാജിക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല. നാളെ ചർച്ച ചെയ്തേക്കുമോ എന്നും അറിയില്ല. പക്ഷേ നമുക്ക് പുറത്തു വന്നൊരു പ്രതികരണം LDF കൺവീനർ EP ജയരാജനാണ്. അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് സമാനമായ ആരോപണങ്ങൾ, കേസുകളുണ്ടായ, അറസ്റ്റുകളുണ്ടായ 2 പേരുണ്ട്. ആ 2 പേർ രാജിവെച്ചിട്ട് മതി മുകേഷ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുവർത്തിക്കാവുന്ന ഒരു തത്വമല്ല എന്ന് പരോക്ഷമായി തിരുത്തുകയാണെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് മുകേഷിന്റെ കാര്യത്തിലെങ്കിൽ പോലും പൊളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് യഥാർത്ഥത്തിൽ പാർട്ടി തിരുത്തുകയല്ലേ? ഇന്ന് പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശശി തരൂരിൻ്റെ. അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് അന്വേഷണത്തിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ രാജിവെച്ചാൽ മതിയെന്ന്. BJP നേതാവായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതേ ചിന്താധികാരനാണ്. BJP പാർട്ടിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. പക്ഷെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുകേഷ് രാജിവെക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാനും LDFന്റെ ഒരു ഭാഗമായ ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള RSP ലെനിനിസ്റ്റ് പാർട്ടി. പക്ഷേ ഇടതുമുന്നണി മാത്രമല്ല തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം, മുകേഷ് 2016 മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, ഞങ്ങളുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച LDFന്റെ. 2021 അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം കൊടുക്കുമ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലുമില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് പാർട്ടിയിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ പാർട്ടി പരിപാടികളിലും LDFലും അദ്ദേഹം പങ്കെടുക്കുന്നത് MLA എന്നുള്ള നിലയിലാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ ധാർമ്മികതയുണ്ട്. വ്യക്തി ചിന്തിക്കണം രാജിവെക്കണോ വേണ്ട എന്നുള്ളത്. ഇപ്പം ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹത്തിൽ കുറ്റം ആരോപിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചരിത്രത്തിലൊന്നും കുറ്റം ആരോപിച്ച ആരും രാജിവെച്ച് ഒരു MLA സ്ഥാനമൊന്നും രാജിവെച്ചിട്ടില്ല. പക്ഷെ മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. PJ ജോസഫ് രാജിവെച്ചിട്ടുണ്ട്, നിലലോക നാടൻ രാജിവെച്ചിട്ടുണ്ട്, പലരും അങ്ങനെ ആരോപിക്കപ്പെട്ടപ്പോൾ രാജിവെച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല, മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശശി തരൂർ വളരെ വ്യക്തമായിട്ടാണെന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിൽ കുറ്റം ആരോപിക്കുന്നു, കുറ്റം തെളിയട്ടെ, അപ്പോൾ രാജിവെക്കാം. സുരേഷ് ഗോപി പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു നിലപാടിൽ നിൽക്കുന്നില്ല. മുകേഷിന് വേണമെന്നുണ്ടെങ്കിൽ മുകേഷിന് സ്വയം ആ കുറ്റമേറ്റെടുത്തുകൊണ്ട് രാജിവെക്കാം. അപ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് എന്നിലേക്ക് ഒരു കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഞാൻ നിരപരാധിയാണെങ്കിൽ, ഞാനത് രാജിവെക്കുകയാണെങ്കിൽ ഞാൻ ഒരു പകുതി വരെ ഞാൻ ആ കുറ്റം ഏൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. അങ്ങ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മികതയെ കുറിച്ചാണ്. എന്റെ ക്വസ്റ്റ്യൻ പാർട്ടിയുടെ രാഷ്ട്രീയ നൈതികതയെക്കുറിച്ചും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുമായിരുന്നു. അത് ശരിയാണ്. CPMനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വിശേഷിച്ചും മാനുഷിക മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് തന്നെ വളരെ കൂടുതലായിട്ട് സ്ത്രീകളുടെ അഭിമാനത്തിന് അങ്ങേയറ്റം പിന്തുണ നൽകണം, അത് കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണം എന്ന ആ ധാർമ്മികത ഉയർത്തി വെക്കുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെ ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷമില്ല, ഞങ്ങളും വലതുപക്ഷമായി. ഇപ്പോൾ ഞങ്ങളും കോൺഗ്രസും BJPയും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതായി പോകും. അവരുടെ 2 MLAമാർ ഇപ്പോഴും MLA സ്ഥാനം തുടരുന്നു. അവർക്കെതിരെയുള്ള റേപ്പ് കേസ് കോടതികളിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാതായി പോകും. ശരിയാണ്, ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ മുകേഷിന് ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടെങ്കിൽ മുകേഷ് രാജിവെക്കണം. CPM നേതൃത്വവും തീർച്ചയായിട്ടും ഒരു പുനർചിന്തനം നടത്തണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന കമ്മിറ്റികളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം, അവിടെ ചർച്ച ചെയ്തപ്പോൾ അവരുടെ നേതാക്കന്മാർ പലരും പറഞ്ഞത്, ഇത് രാജിയിലേക്ക് നീങ്ങിയാൽ ഈ കുറ്റം മുകേഷ് ചെയ്തു എന്ന് മുകേഷ് തന്നെ സമ്മതിക്കുകയാണ്. നാളെ മുകേഷിനെ കോടതി വെറുതെ വിട്ടാൽ ഈ നഷ്ടപ്പെട്ടതൊക്കെ ഈ തിരിച്ചു നൽകാൻ ഈ കുറ്റാരോപിതരായ പെൺകുട്ടികൾ കഴിയുമോ?
അപ്പൊ അതിന് അങ്ങനെ അല്ല, അഡ്വക്കേറ്റ് ബൽദേവ്, ഒരു MLA സ്ഥാനം രാജിവെച്ചാൽ മുകേഷിന് എന്താണ് നഷ്ടപ്പെടുന്നത്? ഇതിനകത്ത് തെറ്റേ മുകേഷിന് എന്താണ് നഷ്ടപ്പെടുന്നത്? MLA സ്ഥാനം രാജിവെച്ചാൽ എന്താണ് മുകേഷിന് നഷ്ടപ്പെടുന്നത്? അദ്ദേഹത്തിന് രണ്ട് നഷ്ടമാണ്. ഒന്ന്, MLA സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളതല്ല, അത് നാളെ തിരിച്ചു കിട്ടാവുന്നതാണ്. പക്ഷേ ആ കുറ്റം പരോക്ഷമായിട്ട് ഞാൻ ഏൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് ഇല്ല. അഡ്വക്കേറ്റ് ബൽദേവ്, നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കുറ്റാരോപിതനോട് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ന് ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചും അയാൾ അധികാരത്തിന്റെ ഭാഗമാകുമ്പോൾ, അന്വേഷണം നടത്തുന്ന ഏജൻസിയെ നയിക്കുന്ന സർക്കാരിന്റെ ഭാഗമാകുമ്പോൾ, ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരാളാകുമ്പോൾ, അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന അന്വേഷണം നിഷ്പക്ഷവും നീതിപൂർവവും ആകാൻ വേണ്ടിയാണ്. അല്ലാതെ അയാൾ രാജിവെച്ചതുകൊണ്ട് നീതിന്യായ പ്രക്രിയയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അവിടെയാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കാരണം ഒരു ഗവൺമെന്റും ചെയ്യാത്തൊരു കാര്യം, ഇവിടെ പല ചർച്ചകളും ഇന്നലെ പറഞ്ഞാൽ കേട്ട് നമ്മളെല്ലാവരും പങ്കെടുത്തു. അതിനകത്ത് തെറ്റായ ചില സന്ദേശങ്ങൾ ചിലർ പറയുന്നുണ്ട്. ഇത് ഞാൻ അതിന്റെ നിയമപരമായ എല്ലാ വശങ്ങളിലേക്കും പോകുന്നില്ല. ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ പോലും നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം വന്ന നാനാവധി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം വന്ന ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ഷാ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ വരുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ റിപ്പോർട്ടുകളുടെ പുറത്ത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്മേലാണ് നടപടി. ഇവിടെ പലരും പറഞ്ഞു എന്താ പ്രതികൾക്കെതിരെ കേസെടുക്കാത്ത. ആ കേസ് നിൽക്കില്ല. ഒരു FIR മാത്രം വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. കാരണം അവിടെ വാദിയില്ല, ഇൻഫോർമന്റ് ഇല്ല, കംപ്ലൈനന്റ് ഇല്ല. അല്ലാതെ ചെയ്യാവുന്ന ഒരു FIR രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു FIR ഞങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരാരും പരാതിയുമായിട്ട് ഒരു പക്ഷേ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ 6 മാസം കഴിയുമ്പോൾ റബ്ബർ ചാർജ് കൊടുക്കേണ്ടി വരും, കേസ് തള്ളിക്കളയേണ്ടി വരും. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് പറയും? ഇതേ പറയുന്നവർ തന്നെ പറയും ഗവൺമെന്റ് മുകേഷിനെതിരായിട്ടുള്ള കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതല്ല. ബൽദേവ്, മുകേഷിനെതിരായ കേസ് പിന്നീട് വന്ന ആരോപണമാണല്ലോ. ഞാൻ മുകേഷിന്റെ കാര്യത്തിൽ അല്ല ഇപ്പൊ ഈ പ്രശ്നം ഇപ്പൊ അജിംസ ഈ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയാത്ത പല പരാതികളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ പരാതികളും ഹേമ കമ്മിറ്റി പറഞ്ഞതല്ല. അതിന്റെ യഥാർത്ഥ പ്രതികൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പരാതികളല്ല ഇപ്പോൾ മൊഴി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു 6-7 കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതല്ല. ഈ അടുത്ത സമയത്ത് മറ്റൊരു നടിയുടെ വെളിപ്പെടുത്തൽ വന്നു. ഔട്ടായി പോയൊരു നടിയാണ് വെളിപ്പെടുന്നത്. അതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലില്ല. പക്ഷേ എല്ലാത്തിന്റെയും കാരണം എന്താ? 2017 ഉണ്ടായ സംഭവത്തെ തുടർന്ന് ഇടതുമുന്നണി ഗവൺമെന്റാണ് ഇങ്ങനൊരു കമ്മീഷൻ തന്നെ നിയോഗിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ശാരദ തന്നെ പറഞ്ഞല്ലോ 1970-കളിൽ പോലും ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ഈ 50 വർഷമായിട്ട് ഇവിടെ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല. പരാതികൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിലത്തെ പെൺകുട്ടികൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടൊരു കമ്മീഷൻ നിയോഗിച്ചത് തന്നെ ഇടതുപക്ഷ മുന്നണിയാണ്. ആ കമ്മീഷനല്ല കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. നിയമം അറിഞ്ഞുകൂടാത്ത പലരും വന്നിരുന്നുകൊണ്ട് കേസെട് എന്ന് പറഞ്ഞത് FIR കേസെടുക്കാം, FIR രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഗവൺമെന്റ് ശരിയായ രീതിയിലാണ് നീങ്ങുന്നത്. അഭിഭാഷകനായി അങ്ങ് തന്നെ പറയുന്നു FIR രജിസ്റ്റർ ചെയ്താൽ ഒരു നിമിഷം അങ്ങേക്ക് നിയമം അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. കേസെടുക്കുക, FIR ഇടുക. ഈ കേസിൽ ഈ മൊഴി നൽകാൻ എത്തുന്നവർ പരാതിക്കാരല്ല, അത് അങ്ങേക്കറിയാം. അവർ സാക്ഷികളാണ്. ഇവിടെ കേസിലെ പരാതിക്കാരൻ സ്റ്റേറ്റ് ആണ്. പരാതിക്കാരെത്തും, സാക്ഷികളെത്തും. ഞാൻ അതാണ് പറഞ്ഞത്. ഇതിന് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ 2 ചോയ്സാണ് ഏത് ഗവൺമെന്റും. ഒന്ന്, ആ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിക്കുക, അല്ല റിജക്ട് ചെയ്യുക. ഇവിടെ ഗവൺമെന്റ് റിജക്ട് ചെയ്തിട്ടില്ല. 2, കമ്മീഷൻ സ്വീകരിക്കുകയാണെങ്കിൽ, റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ FIR ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, FIR ഇടാതെയും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ വളരെ കൂടുതൽ പ്രാധാന്യമുള്ള ഇതിനകത്ത് സുപ്രീം കോടതി അഭിഭാഷകരുമായിട്ട് വരുന്ന ഞാൻ ചർച്ച നടത്തി ഒരു ചാനൽ ഇത് തന്നെയാണ് ശരി. FIR ഇട്ടും അന്വേഷണം നടത്താം, FIR ഇടാതെയും അന്വേഷണം നടത്താം. പക്ഷേ പ്രത്യേകത, FIR ഇട്ടാൽ പ്രതി ഉണ്ടാകില്ല, ഇൻഫോർമന്റ് ഇല്ല, കംപ്ലൈനന്റ് ഇല്ല, സുയോമോട്ടോ ഇടുന്ന FIR ആണ്. ആ FIR-ലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാക്ഷികൾ മുന്നോട്ട് വന്ന് മൊഴി കൊടുത്തില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ റബ്ബർ ചാർജ് എഴുതി തള്ളും. അങ്ങനെ തള്ളുമ്പോൾ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ എന്ത് പറയും? അത് ഗവൺമെന്റ് സ്വാധീനിക്കപ്പെട്ടു. സമ്പത്തിന് FIR ഇട്ടാൽ ആരും എത്തിയില്ല. ഈ കേസ് എഴുത്തള്ളും, മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിക്കും. FIR അതൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പൊ നടക്കുവാണല്ലോ SIT രൂപീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒരു അന്വേഷണമില്ല. ആ റിപ്പോർട്ടേ തന്നെ കണ്ടിട്ടില്ല, സർക്കാരെ കണ്ടിട്ടില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ അന്വേഷിക്കും?
അല്ല, അതിനകത്ത് അജിംസ് വായിച്ചു കാണും. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. 36 മുതൽ 40 വരെയുള്ള പാരഗ്രാഫ് എന്തായാലും അജിംസ് വായിച്ചു കാണും, അനിലക്കരയും വായിച്ചു കാണും. 36 മുതൽ 40 വരെയുള്ള പാരഗ്രാഫ് പ്രത്യേകം ഒന്ന് വായിച്ചു നോക്കണം. ആ പാരഗ്രാഫുകളിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 40 പറയുന്ന ഒരു പ്രത്യേക വാചകം, ഐഡന്റിഫൈ മെൻ ആൻഡ് വിമൺ, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു സാക്ഷിയാണ്. ഇതിൽ പറയുന്ന ആ മൊഴി നൽകുന്നവർ സാക്ഷികളാണ്. സർക്കാരിന് കേസ് അന്വേഷിക്കാൻ, അതൊരു ക്രൈം ആണെങ്കിൽ കേസ് അന്വേഷിക്കാൻ അവരുടെ ഐഡന്റിറ്റി കണ്ടെത്തിയാൽ പോരെ. ഒരിക്കലും സാക്ഷിയാവില്ല. ഇല്ലില്ല, സാക്ഷിയാവത്തില്ല. കാരണം എന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാനെങ്ങനെ സാക്ഷിയാവുന്ന? എന്റെ ഇന്ന വീട്ടിൽ ഇന്നാര് പറഞ്ഞ മൊഴി എന്ന് എഴുതിയെങ്കിലേ അത് സാക്ഷിയാവത്തുള്ളൂ. ഒരാളിന് സാക്ഷിയാക്കാതെ ഒരിക്കലും അയാളെ കേസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ സാക്ഷിയാക്കുന്നത് ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ മുകേഷിനെ പറ്റിയുള്ള ചോദ്യത്തിൽ താങ്കൾ ഹേമ കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ ചോദ്യം ഹേമ കമ്മിറ്റിയില്ല, ഹേമ കമ്മിറ്റി തൊട്ടിട്ടില്ല, സർക്കാർ അത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, സർക്കാർ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, നമ്മളെ വായിച്ചിട്ടുള്ളൂ. സർക്കാർ ഇപ്പോഴും വായിച്ചിട്ടില്ല. സർക്കാർ ആ റിപ്പോർട്ട് വായിച്ചു എന്ന് ഇപ്പോഴും സർക്കാർ സമ്മതിച്ചിട്ടില്ല, നമ്മളെ വായിച്ചിട്ടില്ല. സർക്കാർ വായിക്കണ്ട. സർക്കാർ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ പെൺകുട്ടികളുടെയും മൊഴിയെടുക്കുന്നു. അവർക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ജിംസെ, കോടതി കയറിയതിനു ശേഷമാണ് മൊഴിയെടുക്കുക. കോടതിയിൽ വന്നു, കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന്, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് SIT രൂപീകരിച്ചത്. അതാണ് അജിംസ ഞാൻ പറഞ്ഞത്. ഈ എൻക്വയറീസ് ആൻഡ് കമ്മീഷൻ ആക്ട് പിന്നെ 1952 സെക്ഷൻ 3 അനുസരിച്ചാണ് കമ്മീഷനെ നിയമിക്കുന്നത്. ഈ കമ്മീഷനെ അങ്ങനെ നിയോഗിച്ചതല്ല. അങ്ങനെ നിയോഗിക്കുന്ന കമ്മീഷൻ പോലും ആ ആക്ട് തന്നെ പറയുന്നുണ്ട്, ഗവൺമെന്റ് ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട്. ഒരു കോടതിക്കും ചോദിക്കാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് SIT രൂപീകരിച്ചത്. അത് സമ്മതിച്ചു തരാൻ പറ്റില്ല, കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ കണ്ടിട്ടില്ല, സർക്കാർ ഇപ്പോഴും വായിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലല്ല കേസെടുക്കുന്നത്, അതിനുശേഷം വന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അതിനുശേഷം വന്ന മൊഴികളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതാണോ എന്ന് ആരും പരിശോധിച്ചിട്ടില്ല. അവർ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ രണ്ടിനെയും കൂട്ടിക്കെട്ടുന്നത്? അല്ല ഈ SIT രൂപീകരിച്ചത് എങ്ങനെയാണ്? SIT രൂപീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, ഐ ഡു അഡ്മിറ്റ് ദാറ്റ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിച്ച സാഹചര്യം എന്താണ്? ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കോൺട്രവേഴ്സി ഉണ്ടായി, ഹൈക്കോടതി ഇടപെട്ടു, മാധ്യമ പ്രശ്നങ്ങളുണ്ടായി, കുറെ നടിമാർ, ഇതിൽ പറയാത്ത കുറെ നടിമാർ മുന്നോട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഗവൺമെന്റ് SIT രൂപീകരിച്ചത്. ഈ SITക്ക് എല്ലാം അന്വേഷിക്കാം, എല്ലാ നടികളെ കുറിച്ചും അന്വേഷിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITയുടെ മുമ്പിലുണ്ടോ? സർക്കാരിൽ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റിപ്പോർട്ട് SITക്ക് എടുക്കാമല്ലോ. റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ആ കുറച്ച് പാരഗ്രാഫ് ഒഴിച്ച് ബാക്കി കുറച്ച് പാരഗ്രാഫിലാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട ഒഫൻസ് സംബന്ധിച്ച വിഷയങ്ങൾ അതിലാണോ ഉള്ളത്? ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട മൊഴികൾ, രേഖകളൊക്കെ അതിലാണ് ഉള്ളത്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അതാ കമ്മിറ്റി പുറത്തു വന്നിട്ടില്ല. അതെല്ലാം ഈ അന്വേഷണത്തിൽ അതെല്ലാം പുറത്തു വരും. ആ റിപ്പോർട്ട് അതുവഴി പുറത്തു വരണമെന്നില്ല. ആ മൊഴി കൊടുത്ത പെൺകുട്ടികൾ വീണ്ടും അത് മാത്രമല്ല, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ആ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് മൊഴി കൊടുക്കാം. അങ്ങനെ മൊഴി കൊടുത്തു. ഹേമ കമ്മിറ്റിയിൽ എന്ത് സർക്കാർ ചെയ്യുന്നുള്ളത് മറ്റൊരു കാര്യം, അത് കോടതി നോക്കിക്കോളൂ. ഇനിയിപ്പോ കോടതി കയ്യിലാണ്. സെപ്റ്റംബർ 10-ാം തീയതി അത് വീണ്ടും പരിഗണിക്കുമ്പോൾ. എന്റെ വിഷയം മുകേഷാണ്. അഡ്വക്കേറ്റ് അനിൽ അക്കര, ഈ M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ആരോപണ വിധേയരായപ്പോഴും കേസിന് നേരിട്ടപ്പോഴും കോൺഗ്രസ് അവരെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു എന്ന ആരോപണം ബൃന്ദാ കാരാട്ട് ആ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യണമെന്ന ന്യായം പാടില്ല എന്ന് CPM ഉപദേശിക്കുകയാണ് ബൃന്ദാ കാരാട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ? ജിംസ്, സൗണ്ട് കറക്റ്റ് അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞത് കേട്ടില്ല. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ, എല്ലാ ചർച്ചകളിലും ആദ്യം ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് UDFന്റെ 2 MLA-മാരുടെ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേൾക്കാണ്ടല്ലോ? കേൾക്കാം, പറയൂ അനിലക്കര. ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് UDFന്റെ 2 MLA-മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 2-3 ദിവസങ്ങളായി ഞങ്ങൾ KPCC ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ ചാനലിൽ വന്ന് സംസാരിക്കുന്ന ആളുകളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കേണ്ടായി. അത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി കണ്ടോൺമെൻറ് ഹൗസിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞതുമാണ്.
ആ സാഹചര്യമല്ല ഈ സാഹചര്യം എന്നുള്ളത്. പക്ഷേ അത് ഒന്നുകൂടി ഞാൻ ക്ലിയറാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 UDF MLA എതിരെ കേസെടുത്തത് LDF സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അവർക്ക് പിന്നെ ജാമ്യം കിട്ടിയതും വിൻസെൻ്റ് ജയിലിൽ പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിനകത്ത് കോടതി തന്നെ പറഞ്ഞു ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ പോയി, ഹൈക്കോടതിയും അങ്ങനെ പറഞ്ഞ സാഹചര്യം അവിടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയവും കൂട്ടിക്കെട്ടി ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള സ്ത്രീപീഡന പരമ്പരകൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ ദുർബലപ്പെടുത്താൻ വേണ്ടി LDF ഉന്നയിക്കുന്ന ഒരു വാദമാണ് UDFൻ്റെ 2 MLA ബന്ധപ്പെട്ട വിഷയം. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ ഒരു ചർച്ചയ്ക്കകത്ത് പോയി ഈ പറയുന്ന മുകേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റിനകത്ത് ഞങ്ങളതിനകത്ത് തലവെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ പറയുന്ന LDF പറയുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങനെ ന്യായം പറഞ്ഞു നിൽക്കാനും കഴിയില്ല. കാരണം ധാർമ്മികമായ ഒരു വശം അതിനകത്തുണ്ട്, അത് പറയേണ്ടതായിട്ടുമുണ്ട്. അതിനകത്ത് പിന്നെ വിൻസെൻറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്കത് തെളിഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ സംഘടനാപരമായി കൃത്യമായ നടപടി അന്ന് ആ വിഷയത്തിൽ എടുക്കേണ്ടായി. അത് എൽദോസിൻ്റെ വിഷയത്തിലും സംഘടനാപരമായ 2 നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. പിന്നെ അതിനകത്ത് ഈ കേസ് അന്വേഷിക്കുന്നത് LDF സർക്കാരാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. അപ്പോൾ ഒരു കാരണവശാലും പ്രതികൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം അവിടെ ഇല്ല എന്നതാണ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ അതല്ലല്ലോ. ഈ വിഷയത്തിൽ ഇവിടെ മുകേഷിൻ്റെ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത് അവിടെ ഈ പരാതിക്കാരായ ഇരകളുടെ ഐഡന്റിറ്റി സ്ത്രീപീഡന കേസുകളിലും കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമ കേസുകളും ഒന്നും നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല. അത് വളരെ കൃത്യമാണ്. അത് പിന്നെ പുറത്തു വരാത്ത രീതിയിൽ തന്നെയാണ് അന്വേഷണങ്ങളുമായി പോകാൻ കഴിയൂ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ PT തോമസിൻ്റെ കൃത്യമായ ഇടപെടലാണ് ആ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം WCCയുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റി വന്നത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്താണ് പറയുന്നത്? ഹേമ കമ്മിറ്റി കമ്മീഷനല്ല, ഹേമ കമ്മിറ്റി കമ്മിറ്റിയാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനം കമ്മിറ്റി കേട്ടാലും കമ്മീഷൻ കേട്ടാലും ഞാൻ കേട്ടാലും ആര് കേട്ടാലും ഒരു സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഈ വിവരമറിഞ്ഞാൽ അന്നത്തെ IPC ആക്ട് അനുസരിച്ച് അത് പോലീസിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ കേട്ട ആൾക്കുണ്ട്. അപ്പോൾ ഇവിടെ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും അതിനകത്ത് അവരെ ഉത്തരവാദിത്തം ചെയ്തു. ജസ്റ്റിസ് ഹേമയ്ക്ക് ഇങ്ങനെ ഒരു പരാതി കേട്ടാൽ അവർക്ക് നേരിട്ട് സർക്കാരിനെ സമീപിക്കാതെ പോലീസിനെ അറിയിക്കാം. അതിനകത്തുണ്ടായിരുന്ന ഉർവശി ശാരദയ്ക്ക് അറിയിക്കാം. അതിനകത്തുണ്ടായിരുന്ന റിട്ടയർഡായ IPS വത്സലകുമാരിക്ക് അതറിയിക്കാം. അപ്പോൾ അതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതികത്വം ആരും പറയേണ്ട. സാങ്കേതികത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് വീഴ്ചയാണ് ഉണ്ടായത്. രണ്ടാമത്തെ വിഷയം എന്താണ്? 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ കിട്ടി. ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത്. ആ കേസിന് പുറത്തുള്ള ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷിൻ്റെ വിഷയത്തിലേക്ക് കടന്നപ്പോഴാണ് സുരേഷ് ഗോപിയെയും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. ഇവിടെ സുരേഷ് ഗോപിയും ശശി തരൂരിനും തമ്മിൽ ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താണ്? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ എന്ന് പൊതുമണ്ഡലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അകത്ത് ഈ വിഷയങ്ങളൊക്കെ ഈ പരാതിക്കാരി മറ്റ് ആളുകളോട് പറയുന്ന സമയത്ത് ഞങ്ങളിത് സുരേഷിനോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയാണോ സുരേഷാണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിലുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് സുരേഷ് ഗോപി CPM MLAക്ക് വക്കാലത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമാണ്. സുരേഷ് ഗോപിക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാമർശിക്കാൻ ഇടയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റുമായി ശശി തരൂരിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ശശി തരൂരിന്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യും. ഇന്ന് ശശി തരൂർ പറഞ്ഞു ആ വിഷയം. ഞാൻ ഇപ്പോൾ വരുമ്പോൾ മാതൃഭൂമിയിൽ കേട്ട ഒരു സ്ക്രോളിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ കേട്ടൊരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി KPCCയുടെ തീരുമാനമനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഇന്ന് എറണാകുളത്തും ഇന്നലെ 13 ജില്ലയിലും മുകേഷ് രാജിവെക്കണം, പിന്നെ ഗണേഷ് കുമാർ രാജിവെക്കണം, സജി ചെറിയാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം ഞങ്ങൾ നടത്തുകയാണ്.
ഞങ്ങൾ സമര രംഗത്ത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശശി തരൂർ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ പറയാറുണ്ട്. പാർട്ടിയുടെ നിലപാട് പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറയുന്നതാണ്. അപ്പം ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ചില വിഷയങ്ങൾ, മുകേഷ് രാജിവെച്ചാൽ അയാൾക്ക് എന്താണ് നഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. മുകേഷ് രാജിവെച്ചാൽ മുകേഷിനൊന്നും നഷ്ടമില്ല. മുകേഷ് പാർട്ടി മെമ്പർ അല്ല എന്നാരാണ് പറഞ്ഞത്? മുകേഷിന് പാർട്ടി മെമ്പർ അല്ല എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? മുകേഷ് പിന്നെ കേരള നിയമസഭയിൽ MLA ആയ മുകേഷ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഫോമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കക്ഷിബന്ധം എന്ന് പറയുന്നതിനകത്ത് CPIM എന്ന് പറഞ്ഞ കക്ഷിബന്ധ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് പാർലമെന്ററി പാർട്ടിയിൽ അംഗമായ ഒരാളാണ് ഈ മുകേഷ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ മുകേഷ് CPM കാരനാണ്. അപ്പം മുകേഷ് രാജിവെച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെ പല രാജികളും നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ സെൽവരാജ് CPMന്റെ MLA ആയിരുന്ന സെൽവരാജ് അദ്ദേഹം CPM രാജിവെച്ചു, MLA സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി അദ്ദേഹം UDF ചേർന്ന് മത്സരം ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടികളാണ് സ്ഥാനമാണ്. ഞാൻ MLA ആയിരുന്ന ഒരാളാണ്. എനിക്ക് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്ററി പാർട്ടി നടപടികളുമായി പോകാൻ കഴിയൂ. അപ്പൊ മുകേഷിന്റെ രാജിയും വ്യക്തിപരമായും അത് കൂട്ടിക്കെത്താൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം CPI എന്താണ് പറയുന്നത്? മുകേഷ് രാജിവെക്കണം. NCP എന്താണ് പറയുന്നത്? മുകേഷ് രാജിവെക്കണം. ബൃന്ദ കാരാട്ട് എന്താണ് പറയുന്നത്? മുകേഷ് രാജിവെക്കണം. അങ്ങനെ ആ പാർട്ടിക്കകത്തെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കണമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാത്തത്, CPM മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാത്തത്. അതിനകത്ത് എന്താണ് പ്രശ്നം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം പൂഴ്ത്തിവെച്ചതാണ് പ്രശ്നം. അതിലെ ഒന്നാം പ്രതിയാകാൻ പോകുന്നത് സർക്കാരാണ്. ഇത് മുകേഷ് രാജിവെച്ചാലും അല്ലെങ്കിൽ മുകേഷിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് സർക്കാരാണ്. അതാണ് സർക്കാരിന്റെ ഭയം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുടി, ഇവിടെ മുകേഷ് എന്തിന് കൊല്ലത്ത് മത്സരിക്കണം എന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമായും കൊല്ലത്തെ CPM-കാർക്കുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കൊല്ലം CPM ജില്ലാ കമ്മിറ്റിയിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. കാരണം കൊല്ലം പോലൊരു ഷുവർ സീറ്റിൽ ഒരു സിനിമാ നടനെ സ്വതന്ത്ര പാർട്ടി അംഗം പോലും ഇല്ലാത്തൊരു സിനിമാ നടനെ കൊണ്ടുവന്ന് ആ സീറ്റ് നിലനിർത്തേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ധാരാളം സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം രണ്ടാമത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്, പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിച്ചത് എന്തിന് എന്ന ക്വസ്റ്റ്യൻ പാർട്ടി അംഗങ്ങൾക്കിടയിലുണ്ട്. ഇതേ ചോദ്യചിഹ്നം ഇപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പാർട്ടി പ്രവർത്തകർക്ക് പോലും തോന്നുന്നുണ്ടാവും. എന്തായിരിക്കും കാരണം? അല്ല, ആദ്യം തന്നെ അജിംസ, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് പറയാം. എനിക്ക് തോന്നുന്നത് മുകേഷ് രാജിവെക്കേണ്ട എന്നാണ്. അത് എൽദോസ് കുന്നപ്പള്ളിയോ അല്ലെങ്കിൽ M വിൻസെൻറ്റോ രാജിവെക്കാത്തത് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ചതുപോലെ 2016 കൊല്ലംകാർക്ക് ഒരബദ്ധം പറ്റിയതാണെന്ന് വേണമെങ്കിൽ കരുതാം. അവർ അന്ന് KPC ലളിതയും മുകേഷും എല്ലാം കൂടി LDF വരും, എല്ലാം ശരിയാവും. KPC ലളിത അന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിപ്പിക്കാൻ CPM നോക്കിയതാണ്, അജിംസ് മറക്കരുത്. അതിന് മറ്റേ രഞ്ജിത്തിനെ കോഴിക്കോട് നോർത്ത് സീറ്റിൽ, അത് 2021 എങ്കിൽ പോലും. അപ്പോൾ മുകേഷിനെ ആദ്യം കൊല്ലംകാർ തിരഞ്ഞെടുത്തു. 2021 ആയപ്പോഴത്തേക്കും അവർക്ക് ആ 5 വർഷം ഈ അവിടെ 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ പല പോസ്റ്ററുകളുണ്ട്. UDF-കാരും അല്ലെങ്കിൽ BJP-കാരും ഒക്കെ ഒട്ടിച്ചതായിരിക്കും, പക്ഷേ MLA കാണാനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ വീണ്ടും കൊല്ലംകാർ ജയിപ്പിച്ചു. അത് കോൺഗ്രസ്സുകാർ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ അവർ കാലുവാരിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും മുകേഷ് വീണ്ടും ജയിച്ചു. കൊല്ലംകാർക്ക് ഇത് തന്നെ കിട്ടണം. അവർ 2 തവണ മുകേഷിനെ ജയിപ്പിച്ചിട്ട് ആ മുകേഷ് 5 വർഷം പൂർണ്ണമായിട്ടും അദ്ദേഹം MLA ആയിട്ടിരിക്കാതെ അദ്ദേഹം ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്ന് കുറച്ച് പ്രവർത്തിക്കുന്ന ഒരു MLA കൊല്ലംകാർക്ക് കിട്ടാൻ ഞാൻ ആ കാര്യത്തിൽ ഒട്ടും യോജിക്കുന്നില്ല. കൊല്ലംകാർ 5 വർഷത്തേക്ക് മുകേഷിനെ അവരെ എലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷവും മുകേഷ് തന്നെ അവിടെ കാണാനില്ലാത്ത MLA ആയിട്ട് തന്നെ തുടരണം എന്ന് തന്നെയാണ്. അദ്ദേഹം ജയിലിൽ പോയില്ലെങ്കിൽ അദ്ദേഹം തന്നെ തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം, സുവ്യക്തമായ അഭിപ്രായം. പിന്നെ ഈ പിണറായി വിജയനെ അദ്ദേഹം തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല, പിണറായി വിജയനെക്കുറിച്ചും നമുക്കൊന്നും ഒരു ചുക്കും അറിയില്ല. അദ്ദേഹം ഈ പഞ്ച് ഡയലോഗുകൾ പറയും. മുതലാളിമാരെക്കുറിച്ചൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടിയുടെ നയപരിപാടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിക്കും. പക്ഷേ അദ്ദേഹം ഇരുട്ടിൻ്റെ മറവിലും അല്ലെങ്കിൽ അദ്ദേഹം സ്വകാര്യത്തിലും ഈ മുതലാളിമാരും സിനിമാ നടന്മാരും സമൂഹത്തിലെ ഉന്നത വ്യക്തികളും
പൗരപ്രമുഖർ എന്നാണ് വാക്ക്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടൊക്കെ ചില പാതിരിമാരും ചില മൗലവിമാരും ആയിട്ടൊക്കെ വലിയ ചങ്ങാത്തവും സൗഹൃദവും സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ മത്സരിപ്പിക്കുന്നത് നമ്മൾ അത്ഭുതം കൂറിയിട്ട് കാര്യമില്ല. അവിടെ VS അച്യുതാനന്ദൻ്റെ പക്ഷക്കാരനായിരുന്ന PK ഗുരുദാസൻ, അദ്ദേഹം വളരെ കാലം MLA ആയിട്ട് ഇരുന്ന കൊല്ലം, അദ്ദേഹം 2 തവണ മന്ത്രിയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അത്രയും സീനിയറായിട്ടുള്ള ഒരു കളങ്കവും ഏൽപ്പിക്കാത്ത ഒരു എന്താ പറയുക ഉത്തമ കമ്മ്യൂണിസ്റ്റായ ഗുരുദാസനെ മാറ്റിയിട്ട് അവിടെ മുകേഷിനെ തന്നെ മത്സരിപ്പിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ CPI കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം CPM-ലാണ് എന്നിട്ട് മത്സരിച്ചത്. CPM-ൻ്റെ ടിക്കറ്റിലാണ്. ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻ്റായിട്ടും അല്ലെങ്കിൽ സഹയാത്രികരായിട്ടും സ്വതന്ത്രൻ CPM സ്വതന്ത്രനായിട്ടാണെങ്കിൽ കഴിഞ്ഞ തവണ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ നമ്മളിവിടെ ചോദ്യം ചോദിക്കേണ്ടത് CPM-നോടാണ്. മുകേഷ് അവിടെ തുടരട്ടെ, പക്ഷേ CPM എന്ന പാർട്ടിക്ക് എന്താണ് ധാർമ്മികത? അവർക്ക് ധാർമ്മികതയെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇവിടെ പണ്ടൊക്കെ ഈ സാംസ്കാരിക നായകരെ ഈ മറ്റേ SK പൊറ്റക്കാട് മുതൽ കടമ്മനിട്ടയെയും MK സാനുവിനെയും അതുപോലെ പലരെയും ഇവിടെ CPM മത്സരിപ്പിച്ച് ജയിപ്പിച്ച MLA-മാരും ONV-യൊക്കെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാർ മുകേഷ്, അതുകൂടാതെ PV അൻവറിനെ പോലെയുള്ള മുതലാളിമാർ, ഇവരെയൊക്കെയാണ് ഇപ്പോൾ CPM ഇവിടെ മത്സരിപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും. ഇതിനൊക്കെ ശേഷം CPM എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം, ഞങ്ങളാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷം, ഇതാണ് ഇടതുപക്ഷ ബദൽ എന്നിട്ട് മുഷ്ടി ചുരുട്ടി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നതോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ 4.5 വർഷം വെച്ച് പൂഴ്ത്തി വെച്ചിട്ട് രഞ്ജിത്തിൻ്റെ ഒരു രാജി, ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അദ്ദേഹം ഒരു MLA ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ MLA തിരിച്ചു വിളിക്കാനുള്ള പ്രൊവിഷനൊന്നും നമ്മുടെ ഭരണഘടനയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ഇതിനു മുമ്പ് ജോസ് തെറ്റേലിൻ്റെ വിഷയം വന്നപ്പോൾ CPM ഇതുപോലെയുള്ള നാണം കെട്ട നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടിയുണ്ട്. UDF-കാർ കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയത്തിൽ, ഐസ്ക്രീം വിഷയത്തിലും ഇങ്ങനെയുള്ള നിലപാടെടുത്ത് അദ്ദേഹം കുറേ കാലം മന്ത്രി സ്ഥാനത്ത് തന്നെ തുടർന്നതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും CPM-ൻ്റെ ഈ കാര്യത്തിൽ ഈ ഒരേ സമയം വേട്ടക്കാരനോടൊപ്പവും അതേസമയം ഇരയോടൊപ്പവും ഓടുന്ന CPM-ൻ്റെ കാപട്യം, ഇരട്ടത്താപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതും. അവരുടെ ചില വനിതാ നേതാക്കൾ ദില്ലിയിൽ ഇരുന്ന് രാജിവെക്കണമെന്ന് പറയുകയും എന്നാൽ ഇവിടെ LDF കൺവീനറും CPM-ൻ്റെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ മുകേഷ് അപ്പോൾ തന്നെ രാജിവെക്കുമല്ലോ. പക്ഷേ അതൊന്നും ഇവിടെ അവർക്ക് ബാധകമല്ല. അവർ ഈ കേരളത്തിൽ എങ്ങനെയാണ് CPM വളർന്നത്? നാടകങ്ങൾ ഉപയോഗിച്ച്, സിനിമകൾ ഉപയോഗിച്ച്, ഇവിടുത്തെ സാംസ്കാരിക നായകരുടെ കവിതകളും കഥകളും നോവലുകളുമെല്ലാം ഉപയോഗിച്ച്, പൂക്കാസ പോലെയുള്ള സംഘടനകളെയൊക്കെ ഉപയോഗിച്ച് വളർന്ന CPM എന്ത് മാതൃകയാണ്, എന്ത് ഇടതുപക്ഷ ബദലാണ്, എന്ത് ഇടതുപക്ഷമാണ് ഇവിടെ കേരളം ഭരിക്കുന്നതെന്ന് ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണ്. പിണറായി വിജയനെ പോലെ ഒരു വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തന്നെ എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഭരിക്കുമ്പോൾ ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും. ഇതൊന്നും അത്ഭുതപ്പെടാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുഴുവൻ അനുച്ഛേദം ഉൾപ്പെടെ കോടതിയിൽ പോലും എത്തുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അനുച്ഛേദമൊക്കെ കാണാതെ പോയി എന്ന് പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജസ്റ്റിസ് ഹേമ 3 കോപ്പിയാണ് സംസ്ഥാന സർക്കാരിന് കൊടുത്തത്. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ അവർക്ക് ചീഫ് സെക്രട്ടറി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് അവർക്ക് കത്തയക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ കോപ്പി ഉണ്ടെങ്കിൽ അതും സർക്കാരിന് കൊടുക്കണം. കാരണം അപ്പോൾ തന്നെ AK ബാലൻ അതെല്ലാം വായിച്ച് ഈ പേരുകളെല്ലാം അദ്ദേഹം ഹൃദയസ്ഥമാക്കിയ ആ പേരുകാരോടെല്ലാം നിങ്ങളുടെ പേരുകൾ ഇതിലുണ്ട് എന്ന് ബാലൻ മന്ത്രി അന്നേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ സിനിമാ മേഖലയിലുള്ള പലർക്കും ഈ പേരുകളൊക്കെ പലരും പറയുന്നുണ്ട്, ആരുടെയൊക്കെ പേരുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അനുച്ഛേദം പുറത്ത് വിടാതെ ഇപ്പോഴും അവർ ഈ കളി കളിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലൊക്കെ ഇതിൻ്റെ റിപ്പോർട്ട് മുഴുവനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരുടെ കയ്യിലും ഈ അനുച്ഛേദം കിട്ടിയിട്ടില്ല. നമ്മുടെ മാധ്യമപ്രവർത്തകർ വളഞ്ഞ വഴിയിൽ കൂടിയാണെങ്കിൽ പോലും ഇതിൻ്റെ അനുച്ഛേദം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കണം, ഇത് പുറത്ത് വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഈ കുറെ കാലമായിട്ട് സിനിമയിൽ ഇതുപോലെയുള്ള സ്ത്രീലമ്പടന്മാർ
ഇതുപോലെയുള്ള സ്ത്രീ ലമ്പടന്മാർ ഈ ഒരു സിനിമയെ അവരുടെ ഒരു ഫ്യൂഡൽ മാടമ്പിത്തരത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇടമായിട്ട് മാറ്റി നമ്മുടെ ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു ഏർപ്പാടാണ് കുറേ കാലമായിട്ട് ചെയ്യുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. OTT യുഗത്തിൽ പഴയ സാറ്റലൈറ്റ് റൈറ്റും പഴയ ഗുണ്ടായിസം ഒന്നും പഴയതുപോലെ നടക്കുന്നില്ല. പക്ഷേ ആ തലമുറ മാറ്റത്തിന് ഒരു പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ഈ പഴയ നടന്മാരുടെയൊക്കെ തനിനിറം പുറത്തു വരണം. അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ശരി, ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം അതിഥികളിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ മുകേഷിൻ്റെ രാജി അവിടെ നിൽക്കട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ 4.5 കൊല്ലം വൈകി എന്നത് നിൽക്കട്ടെ. ഇപ്പോൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് പുറത്തു വന്ന ഭാഗം വായിച്ചു നോക്കി ഞങ്ങൾ അതിൽ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പോലും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. സിനിമാ കോൺക്ലേവ് പ്രഖ്യാപിക്കുന്നു, അത് തന്നെ വിവാദമാകുന്നു. സിനിമാ നയം രൂപീകരിക്കുമെന്നൊക്കെ പറയുന്നു. അതെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് ഊർജിതമാകുന്നത്. ഇത് ഒളിച്ചോട്ടമല്ലാതെ മറ്റെന്താണ്? ഞാൻ ബൽദേവിലേക്ക് വരാം. ശ്രീ അനിൽ അക്കര, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലാണ് എന്ന് വേണമെങ്കിൽ ഒരു ഒഴിവുകഴിവ് പറയാം CPM-ന്. കോടതി എന്ത് തീരുമാനിക്കും? അത് പൂർണ്ണരൂപം കോടതിയിൽ എത്തുമോ? കോടതി അത് പരിഗണിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമോ? ഇതൊന്നും നമുക്കിപ്പോഴറിയില്ല. പക്ഷേ ഇതിൽ കുറെ കൂടി ആർജവമുള്ളൊരു നിലപാട് പ്രതിപക്ഷത്തിനു കൂടി വേണ്ടേ? ഈ മുകേഷിൻ്റെ രാജി എന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് നിങ്ങളുടെ പ്രക്ഷോഭം ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ലല്ല, ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് മുകേഷിൻ്റെ രാജിയിലേക്ക് അത് വന്നത്. ഞങ്ങൾ എല്ലാ കളക്ട്രേറ്റുകളുടെ മുന്നിലും നടത്തിയ സമരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ്. സജി ചെറിയാൻ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറഞ്ഞതുപോലെ ചില സാങ്കേതികമായി പറയേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ആനന്ദ് കൊച്ചുകൂടി സൂചിപ്പിച്ച പോലെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഞാൻ അന്ന് MLA ഇരിക്കുന്ന സമയം കൂടിയാണ്. അന്ന് ഈ പറയുന്ന വകുപ്പ് മന്ത്രിമാർ വളരെ കൃത്യമായും ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും. ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെ വളരെ വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ആ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലേക്ക് അത് കടന്നുപോയപ്പോൾ ഒരു റിസൾട്ടിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ പല വിട്ടുവീഴ്ചകളും ചെയ്തതിൻ്റെ ഭാഗമായ പ്രൊഡക്റ്റാണ്. അത് BJP-യുമായി സെറ്റിൽ ചെയ്തതിൻ്റെ വിഷയം, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ, നിരവധിയായ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ഹേമ കമ്മിറ്റി 2019 റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഈ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് എത്ര ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു? MK മുനീറിന്റെ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, നിയമസഭയ്ക്കകത്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വലിയ രീതിയിൽ വന്നിട്ടില്ല. പക്ഷേ PT തോമസ് നിരന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും കൃത്യമായ സ്റ്റാൻഡ് അന്നത്തെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ, അത് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് PT തോമസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും നടി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടും നിരന്തരമായി വളരെ ശക്തിയായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയത്. അതിനിടയിൽ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പത്രപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ മുന്നോട്ട് പോയി. ചില നിയമപരമായ തടസ്സങ്ങൾ കൊണ്ടാണ് ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതിരുന്നത്. സർക്കാരിന് പുറത്തുവിടാനായിട്ട് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാഥമികമായി ഒരു സർക്കാരിൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലെ സ്ത്രീ പീഡനവും അനിലക്കര കൂടി MLA ആയിരുന്നപ്പോഴാണല്ലോ സമർപ്പിച്ചത്. ഈ സഭയിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് വെക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു? അല്ല, സഭയിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് നിങ്ങൾക്കും ഭയമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്? അല്ല, ഞങ്ങൾക്ക് അതിനകത്തൊരു ഭയമില്ല. ഇതിനകത്ത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? ആ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നപ്പോഴാണ്, സർക്കാർ നടപടികളിലേക്ക് കടന്നപ്പോഴാണ് PT തോമസ് കൃത്യമായും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ പാസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തതല്ല പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ റിപ്പോർട്ട്
പിന്നെ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ട സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലും സർക്കാർ നടപടി സ്വീകരിക്കണമായിരുന്നു. അപ്പോഴും സർക്കാർ എന്താണ് പറയുന്നത്? ഹൈക്കോടതിയിൽ 10-ാം തീയതി ഹൈക്കോടതി വിധി പറയട്ടെ എന്ന് പറയാൻ. അതൊരു തേർഡ് പേഴ്സൺ കൊടുത്ത പെറ്റീഷനാണ്, അല്ല സർക്കാരിൻ്റേതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അപ്പം അതിനകത്ത് വളരെ കൃത്യമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നില്ല. സ്വീകരിക്കാൻ പോയാൽ അത് സർക്കാരിന് തന്നെ ബൂമറാങ്കാവും. സർക്കാരിലെ ഉന്നതരായ പല ആളുകൾക്കും ആ സ്ഥാനങ്ങൾ നഷ്ടപ്പെടേണ്ടി വരും. ഒരു പക്ഷേ പിണറായി വിജയന്റെ സർക്കാരിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളതിന്റെ വളരെ സ്പഷ്ടമായ തെളിവാണ്. ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്തേക്ക് കടക്കാതെ പുതിയ പെറ്റീഷനിലേക്ക് വന്ന് ഇപ്പോൾ അതൊരു ട്രെൻഡ് എന്ന രീതിയിൽ ഈ പുതിയ പരാതികൾ വലിയ ഗൗരവത്തോടെ എടുക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നിൽക്കുകയാണ്. അതല്ലേ ആദ്യം ഈ പറയുന്ന SIT പരിശോധിക്കേണ്ടത്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 സമർപ്പിക്കുന്നു. 2021 അത് 2 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് MK മുനീർ മന്ത്രി AK ബാലനോട് ചോദിക്കുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ, നിങ്ങൾ എന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ സർക്കാർ ഈ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണ്, അതിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകൾ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പ്രതിപക്ഷത്തിനും വലിയ ആവശ്യമൊന്നുമില്ല, സഭയിൽ വെക്കണം, ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുൻ സാംസ്കാരിക മന്ത്രിയായ AK ബാലൻ ഞങ്ങളത് വായിച്ചു എന്ന് സമ്മതിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ തന്നെ വ്യക്തമാണ് എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഉള്ളിലിട്ട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇനി SIT കോടതിയിൽ കേസ് വന്നപ്പോൾ ഞങ്ങൾ SIT രൂപീകരിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന ആരോപണങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞാലൊന്നും ഈ ഒളിച്ചുകളി ജനം കാണാതിരിക്കില്ല. ശ്രീ ബൽദേവ്. ഞാൻ വളരെ വ്യക്തമായിട്ട് അജിംസിന്റെ ചോദ്യത്തിലേക്കായിട്ട് വരാം. അല്പസമയം എനിക്ക് അതിനകത്ത് തരണം. ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകുട്ടി വളരെ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു സംശയം, കോൺഗ്രസ് വക്താവ് ആനന്ദ് കൊച്ചുകുട്ടിയാണോ, മാധ്യമപ്രവർത്തന ആനന്ദ് കൊച്ചുകുട്ടിയാണോ, അതോ അനിൽ അക്കരയാണോ? മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പം അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് അവർ യഥാർത്ഥത്തിൽ ആശയങ്ങൾ വിശകലനം ചെയ്ത് സാമൂഹ്യമായിട്ടുള്ള പരിസ്ഥിതികളും അതിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷവും ഒക്കെ ചർച്ച ചെയ്ത് വേണം അവർ സംസാരിക്കാൻ. എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. തനുശ്രീ ദത്ത വേഴ്സസ് നാനാ പടേക്കർ ഒരു കേസുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് നാനാ പടേക്കർ എന്ന സിനിമ നടനെതിരെയുള്ളത്. തനുശ്രീ ദത്ത എന്ന പെൺകുട്ടി കൊടുത്തൊരു ആരോപണം ഒരു പാട്ട് സീനിൽ പീഡിപ്പിച്ചു. 354 ഇട്ടാണ് കേസെടുത്തത്. ഇപ്പോഴത്തെ പുതിയ BNS 74 ആണ്. 354 ശേഷം വന്ന അമെന്റ്മെന്റ് ABCD നിൽക്കില്ല. കാര്യം 2012 അമെന്റ്മെന്റ് ആണ്. 75, 76, 78 BNS നിൽക്കില്ല. ഈ കേസ് മുംബൈ കോടതി എടുത്ത് ചവർ പോലെ പുറത്തു കളഞ്ഞു. കാര്യം എന്തെന്നറിയോ? വളരെ പ്രശ്നമായി. അന്നത്തെ ഗവൺമെന്റ്, മഹാരാഷ്ട്ര ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് ഈ നാനാ പടേക്കറെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വന്നു. നിയമം ഉണ്ട് അജിംസെ, നിയമത്തിന്റെ വഴി വിട്ട് നിൽക്കാൻ പറ്റില്ല. പലപ്പോഴും കോടതി നടപ്പിലാക്കുന്ന നിയമമാണ്, നീതിയല്ല. നീതി പലപ്പോഴും നിഷേധിക്കപ്പെടും. കാര്യം കോടതി വിശകലനം ചെയ്ത നിയമമാണ്. ഈ നാനാ പടേക്കർ കേസിൽ 6 വർഷം കഴിഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്തു. 354 കേസുകൾ CRPC 468-2 BNSS 514 അനുസരിച്ച് no court can take cognizance of offence punishable by 3 years after 3 years from the date of alleged offence. ആ കേസ് 2 കാര്യങ്ങളിലാണ് തള്ളിപ്പോയത്. ഒന്ന്, ഡിലേ. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ഡിലേ ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് വിത്ത് പ്രോപ്പർ സാറ്റിസ്ഫാക്ടറി എവിഡൻസസ് എന്നാണ്. ദർ വാസ് നോ എവിഡൻസ് ആൻഡ് ഡിലേ വാസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. ആ കേസ് തള്ളിക്കളഞ്ഞു. ഇവിടെ പറയുന്ന പല കേസുകളും 354 BNS 74 മാത്രം അറ്റാക്ക് ചെയ്ത് പോകുന്നതാണ്. അതിന്റെ ഡിലേ അവിടെ നിൽക്കട്ടെ, കേസ് നിൽക്കുക എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അത് നിയമപരമായിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്യാം. ഈ എടുക്കുന്ന പല FIRകളും ഈ നാനാ പടേക്കർ കേസ് പോലെ വെച്ച് പല കേസുകളും വെച്ച് ഇവർക്കൊന്നും ഡിലേ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയില്ലെന്നേ. ഇതിപ്പോ ഈ വന്ന അലിഗേഷനുള്ള കേസല്ലേ, അത് കോടതിയിൽ നിൽക്കുക തള്ളിപ്പോക്കെ ചെയ്യട്ടെ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞാൻ പറയാണ്, ഞാൻ അതിലേക്ക് വരികയാണ് ജിംസ്. ഇവിടെ പിന്നെ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകുട്ടി. ഇവരുടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിൽ വലിയൊരു കേസുണ്ട്. നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ 2 IPS ഓഫീസർമാർ അദ്ദേഹത്തെ കുടുക്കി, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു, ചെറുപ്പകാലം മൊത്തം ജയിലിൽ കിടന്നു. ഇപ്പൊ എന്തായി? ആ IPS ഓഫീസർമാർ മൊത്തം ജയിലിൽ പോകാൻ പോകുന്നു. ഇതിനകത്ത് യാഥാർത്ഥ്യമില്ലെങ്കിൽ എന്താണ് സ്ഥിതി? മറ്റൊരു വശം കൂടി ഞാൻ അജിംസിനോട് എന്റെ ഒരു ചോദ്യമാണ്.
ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം സിനിമയിൽ നിന്ന് ഔട്ട് അവരെ അറിവിനെന്താ, ഞങ്ങൾ കിടന്നു കൊടുക്കാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല, അവർ ഉപയോഗിച്ച് വാക്കാണ്. അപ്പൊ അതിനൊരു തെറ്റായ അർത്ഥമുണ്ട് അജിംസേ. ഇപ്പോൾ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പ്രധാനപ്പെട്ട നടികൾ, സംവിധായകരുണ്ട്, സ്ത്രീകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ എഡിറ്റേഴ്സ് കുറേയധികം പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ചെയ്താണോ സിനിമയിൽ നിൽക്കുന്നത്? എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിലിപ്പോ ഒരു കേസ് വന്നത് എന്താണ്? എനിക്ക് അമ്മയിൽ അംഗത്വം ലഭിക്കാത്തത്, എനിക്ക് അമ്മയിൽ അംഗത്വം ലഭിക്കാത്തത് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് ഒരാൾ പരാതി പറയുന്നു. അവരുടെ അമ്മയിൽ അംഗമല്ല, അവർക്ക് അംഗത്വം ലഭിച്ചിട്ടില്ല, അവർ പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുപോയി. അതിന് മറ്റൊരർത്ഥമല്ല. ഇപ്പൊ അമ്മയിൽ അംഗമായവരെല്ലാം അങ്ങനെയാണെന്നല്ലോ പറയുന്നത്. എന്നോട് അങ്ങനെ ചെയ്തു എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ? അത് ചോദിച്ച് അല്ല ഇപ്പോൾ അല്ല അജിംസ് എന്തായാലും യൂട്യൂബുകൾ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ. ഇതിനകത്ത് നിരവധി കമന്റുകൾ വരുന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ അത് മാറി നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അയൽക്കാർ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ എന്താ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഭയപ്പെടുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിനകത്ത് CPM-ഉമായിട്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടോ ബന്ധമുള്ള MLA എന്നുള്ളതിൽ മുകേഷ് ഉണ്ടോ? അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പില്ല, ഒരാൾ പോലുമില്ല. ഈ ആരോപണ വിധേയരായിരിക്കുന്നവർ മൊത്തത്തിൽ ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. ചന്ദ്രശേഖരൻ ആൾ ഇന്ത്യ അലയൻസിന്റെ പ്രസിഡന്റാണ്. സിദ്ദിഖ് കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ 2021-ലും 2024-ലും ഇറങ്ങിയ ആളാണ്. അപ്പൊ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ഭയപ്പെടേണ്ടത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ വക്താക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കാൻ നിൽക്കുന്നവര് അല്ല. അനിലക്കര പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ഞങ്ങൾ ഭയപ്പെടുന്നു. സമ്മതിച്ചു. രഞ്ജിത്തിന് ഇപ്പോൾ പാർട്ടിയായിട്ട് ഇപ്പോൾ ബന്ധമൊന്നുമില്ല. അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു, ഒരു സമയത്ത് SFIയുടെ പ്രവർത്തകനായിരുന്നു. ഈ ഒരു നേതാവ് മുകേഷ് ഒഴിച്ച്, മുകേഷിന് പാർട്ടി മെമ്പർഷിപ്പില്ല. CPM-ലോ CPI-ലോ ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിലോ ഉള്ള ഈ ആരോപണം വന്നിരിക്കുന്ന ഒരാൾ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു പാർട്ടിയിലുള്ള നേതാവല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾ ആരെ പ്രൊട്ടക്ട് ചെയ്യണം? ഞങ്ങളുമായിട്ട് അടുപ്പുള്ള നടനുണ്ട് മമ്മൂട്ടി, ഇടതുപക്ഷ അങ്ങനെയാണെങ്കിൽ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുന്നേ, ആ നടപടി സ്വീകരിക്കൽ വേണം. എന്തിനാണ്? ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് അജിംസെ കേസെടുക്കാൻ IPS ഓഫീസർമാരെ വെച്ച് ഞാൻ അജിംസിനോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ, തെറ്റിദ്ധാരണകൾ പലരും നിയമപരമായി തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ FIR ഇടാം, പ്രതികളെ ചേർക്കാതെ എടുക്കാം, കേസ് അന്വേഷിക്കാം. അല്ലെങ്കിൽ FIR ഇട്ടതിന് ശേഷം ഇൻവെസ്റ്റിഗേഷന് വെക്കാം. ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മുമ്പിൽ റെഫറൻസേ ആയിട്ടില്ല. ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് വരെ അവരുടെ മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ല. അവരുടെ മുമ്പിലുള്ളത് ഈ പുതിയ വെളിപ്പെടുത്തലുകളാണ്. വേണമെന്നില്ലല്ലോ. ഇല്ല. ഞങ്ങൾ SIT രൂപീകരിച്ച സാഹചര്യം എന്താ? 2017 ഇത് ആരാണ് രൂപീകരിച്ചത്? ഇടതുപക്ഷ മുന്നണിയല്ലേ രൂപീകരിച്ചത്. ശാരദ പറഞ്ഞു. 2017 മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഈ ലഹരി മാഫിയ ഉണ്ടെന്ന് പറഞ്ഞ് 2013-14 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിവേദനം കൊടുത്തിരുന്നു. ഇവിടെ ഫിലിം ഫീൽഡിൽ ലഹരി, അന്ന് സെക്സ് അല്ല പറഞ്ഞത്, ലഹരി മാഫിയ ഉണ്ട്, പലരും ഫിലിം ഫീൽഡ് ലഹരി ഉപയോഗിക്കുന്നു. ആ ആരോപണം തുടർന്നു വന്നു. എന്ത് കമ്മീഷൻ അല്ല നിയോഗിച്ചോ? ഒരു കമ്മിറ്റിയെ നിയോഗിച്ചോ? ആദ്യമായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. 1970-കളിൽ മുതൽ ഇതുണ്ടായിരുന്നു. ശാരദ സമ്മതിക്കുന്നു. അന്ന് ഇവിടെ എത്രയോ പ്രാവശ്യം കോൺഗ്രസ് ഭരിച്ചു. ഏതെങ്കിലും ഒരു കമ്മിറ്റി രൂപീകരിച്ചു? പണ്ടും പല ഒരു സിനിമാ നടി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായാലും 2 സിനിമാ നടി, ഒന്നല്ല 2 വളരെ പ്രശസ്തയായ 2 സിനിമാ നടികൾ സിനിമയിലെ പീഡനം കൊണ്ട് നമ്മളെല്ലാവരും, ഞാൻ പേര് പറയുന്നില്ല, ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. 80-85 കാലഘട്ടത്തിൽ വളരെ പ്രശസ്തയായ ഒരു നടി ആത്മഹത്യ ചെയ്തു. അന്നും ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന എന്താ, അവർക്ക് സിനിമാ രംഗത്ത് പീഡനമുണ്ട്. ആരന്വേഷിച്ചു? എന്തേ കോൺഗ്രസ് ഗവൺമെന്റ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സധൈര്യം ഒരു കമ്മീഷനെ കൊണ്ടുവന്നത് ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ആ റിപ്പോർട്ട് ഡിലേ വന്നു. 2019 വന്ന ഡിലേ പുറത്തു വിട്ടില്ല എന്നുള്ള കാര്യം മുന്നണി തെറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ തെളിവാണ് SIT. WCCയുടെ ആവശ്യപ്രകാരം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് പഠിക്കാൻ തീരുമാനിച്ചു സർക്കാർ എന്നുള്ളത് സർക്കാരിന്റെ ഒരു വളരെ പ്രോഗ്രസീവായ, വളരെ പ്രൊആക്റ്റീവായ ഒരു സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അഭിപ്രായം? അജിംസ്, ചോദ്യം എന്നോടാണോ? അതെ. അല്ല, ഈ അഡ്വക്കേറ്റ് ബൽദേവിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണയാണ് ഉണ്ടായത്. ഞാൻ മുകേഷ് രാജിവെക്കണ്ട എന്നാണ് പറഞ്ഞത്, ഞാൻ രാജിവെക്കണം എന്നല്ല പറഞ്ഞത്. പിന്നീട് ഈ WCCയുടെ കാര്യവും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യവും ഞാനൊരു കാര്യം ഈ പ്രേക്ഷകരെ, ഈ മീഡിയ വണ്ണിൻ്റെ ഈ ചർച്ച കാണുന്ന എല്ലാ പ്രേക്ഷകരും ഓർമ്മിപ്പിക്കാം. അതായത് 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ദിലീപിന് പിന്തുണ കൊടുത്ത ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ
പെടുകയാണ്. അവർ കോൺഗ്രസ്സുകാരായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം, ഇനി പക്ഷേ നാളെ ഏതെങ്കിലും BJP-കാരനുമായിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാർ, ആ പദവികളിൽ ഇരുന്ന ആൾക്കാർ, അത് മുകേഷ്, ഗണേഷ്, ഇനിയിപ്പോൾ ഗണേഷ് മന്ത്രിയാണ്, അദ്ദേഹം ഇപ്പോൾ ഉരിയാടാൻ ഈ എന്ത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, ആ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പോലും വലിയ നാക്കിട്ടടിക്കുന്ന ഗണേഷ് മന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഇവർക്കൊക്കെ ഒത്തിരി പേടിക്കാനുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ 2017 അന്ന് ഫെബ്രുവരി 17 രാത്രി നടന്ന സംഭവത്തിൽ അന്ന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പിന്തുണച്ച ഓരോ നടന്മാരും, അവർ കോൺഗ്രസ്സുകാരാകാം, അവർ കമ്മ്യൂണിസ്റ്റുകാരാകാം, അവരെല്ലാം ഇപ്പോൾ മീ-ടു ആരോപണത്തിൽ 2017 ഹോളിവുഡിൽ ഹാർവി വൈൻസ്റ്റൈനെതിരെ ഉള്ള മീ-ടു ആരോപണങ്ങൾ വലിയ ഒരു എന്താ പറയുന്നത്, അതിന് വലിയൊരു പിന്തുണ അവിടെ ഉണ്ടായതും, ആഷ്ലി ജഡിനെ പോലെയുള്ള വലിയ അഭിനേത്രികൾ ഉൾപ്പെടെ അന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഇത് പുറത്തു വന്നതിന് ശേഷം ഹോളിവുഡിൽ തന്നെ വലിയൊരു ക്ലീനപ്പ് അവിടെ നടക്കുകയുണ്ടായി. അന്ന് 2017 കേരളത്തിൽ അത് മിസ്സായത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നത്തെ കേരളത്തിലെ പൊതുബോധം, അന്ന് കേരളത്തിൽ നമ്മുടെ ഈ ഫ്യൂഡൽ മാടമ്പികൾ, രഞ്ജിത്തിനെ പോലെയുള്ള ഫ്യൂഡൽ മാടമ്പികൾ, ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഫ്യൂഡൽ മാടമ്പികൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത 90കളിലെയും 2000കളിലെയും ഒക്കെ സിനിമകൾ കണ്ട് വളർന്ന നമ്മുടെ ആ ഒരു തലമുറയുണ്ടല്ലോ, ആ തലമുറ ദിലീപിനെയും ഇവിടുത്തെ പേട്രിയാർക്കലായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് ആരോപണങ്ങൾ ഉന്നയിക്കാൻ, ചെറിയ ആരോപണങ്ങളുമായിട്ട് വന്ന ആൾക്കാരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. 8 വർഷത്തിനിപ്പുറം ഇപ്പോൾ വലിയ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. 8 വർഷത്തിന് ഇപ്പുറം കേരളത്തിൻ്റെ പൊതുബോധം മാറിയിരിക്കുന്നു. ഇവിടെ WCCക്ക് ഇപ്പോൾ കിട്ടുന്ന പിന്തുണ നമ്മൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കപ്പുറം വലിയ നടികൾ പരാതികളുമായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അനുച്ഛേദം ഈ സർക്കാർ പുറത്തുവിടുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയൊരു വിഷയമാകും. അപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കാര്യത്തിലുള്ള ആത്മാർത്ഥത വെളിവാവുക എന്നാണ് ആനന്ദ് കൊച്ചുകൂടിയുടെ വാദം. വളരെ നന്ദി ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ശ്രീ ബൽദേവ്, അഡ്വക്കേറ്റ് ശ്രീ അനിൽ അക്കര ഇത്രയും സംസാരിച്ചതിന് ഇടവേള.